വീട് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു സഹായവും ഇല്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ട് സർക്കാരിൽ നിന്ന് പിന്നെ നമ്മളുടെ ഈ പദ്ധതികളെല്ലാം അവർ നിർത്തിവെച്ചിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇനി ഉടനെ എങ്ങും നമ്മൾക്ക് ഇതിനൊരു സഹായം കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സഹായം ഇപ്പോൾ സർക്കാരിൽ നിന്ന് തന്നെയാണെങ്കിലും ഞങ്ങൾക്കൊരു 4 ലക്ഷം രൂപ കിട്ടിയെന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ എങ്ങനെ അടയ്ക്കും? ഞങ്ങളെങ്ങനെ പെര വയ്ക്കും? 4 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾക്കിവിടെ ആര് കൊണ്ടുവരാനുണ്ട്? ഒന്നുമില്ല. ഞങ്ങളുടെ പെരയ്ക്കകത്ത് മാക്കൃതി തുടിച്ചാൽ വെള്ളം കയറും. ഇപ്പം ഈ വേനൽക്കാലമായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ മാക്കൃതി തുടിച്ച് ഞങ്ങളുടെ പെരയ്ക്കകത്ത് മൊത്തം വെള്ളമാണ്. ഈ വെള്ളം ഇറങ്ങിയപ്പോൾ 2 മാസമേ ഉള്ളൂ. ഞങ്ങൾ ഈ കട്ടിലിൽ നീർക്കോലി വരെ ഞങ്ങളുടെ വീട്ടിൽ പെരയ്ക്കകത്ത് കയറി വന്നു സാറേ. ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ്. അവിവാഹിതരായ കുഞ്ഞുമോളും സഹോദരിയും മാത്രമാണ് തകർന്നു വീഴാറായ ഈ കൂരയിൽ താമസിക്കുന്നത്. കുഞ്ഞുമോൾക്ക് ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം നടത്തുന്നുണ്ട്. കുഞ്ഞുമോളുടെ ഏതാനും വർഷങ്ങളായി കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. നിലവിൽ പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കുഞ്ഞുമോൾക്ക് സാധിക്കുന്നില്ല. ഈ ദുരവസ്ഥയറിഞ്ഞാണ് ജനം സൗഹൃദവേദിയുടെ കാരുണ്യ പദ്ധതിയായ സുഹൃത കേരളം പദ്ധതി ഗുണഭോക്താക്കളുടെ പട്ടികയിൽ കുഞ്ഞുമോളെ ഉൾപ്പെടുത്തിയത്. സുഹൃത കേരള പദ്ധതി ഈ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നതിന് വലിയ മരുന്നിനുള്ള പൈസ, ഡയാലിസിനുമൊക്കെ ഉള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നതിന് വളരെ നന്ദി. തരുന്നവർക്കും തന്നവർക്കും തരിച്ചവർക്കും നന്ദി. പഠിച്ചവൻ അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ.